തട്ടിപ്പിന്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഫുഡ് ഡെലിവറി ആപ്പ് ഉപയോഗിച്ച് ഭക്ഷണം ഓർഡർ ചെയ്ത് പണവും ഫുഡും തട്ടുന്നത് ആദ്യമായിരിക്കും. 2 വർഷമായി ഫുഡ് ഡെലിവറി ആപ്പ് സേവനത്തെ കബളിപ്പിച്ച് 21 ലക്ഷം രൂപയുടെ ഭക്ഷണം സൗജന്യമായി തട്ടിയ യുവാവ് അറസ്റ്റിൽ. ജാപ്പനീസ് പൗരനായ താകുയ ഹിഗാഷിമോട്ട എന്ന യുവാവാണ് അറസ്റ്റിലായത്. ഇയാൾ കഴിഞ്ഞ 2 വർഷമായി ഫുഡ് ആപ്പിലൂടെ പണം നൽകാതെ ഭക്ഷണം വരുത്തിച്ച് കഴിക്കുകയായിരുന്നു. 38 വയസ്സുള്ള ഹിഗാഷിയോമോട്ടോ തൊഴിൽ രഹിതനാണ്. ഫുഡ് ഡെലിവറി ആപ്പായ ഡിമേ ക്യാൻ വഴി 2013 മുതലാണ് ഇയാൾ ഭക്ഷണം ഓർഡർ ചെയ്തു തുടങ്ങിയത്. കോൺടാക്ട്ലെസ് ഡെലിവറി ചെയ്യാനാണ് ഇയാൾ ആവശ്യപ്പെടാറുള്ളത്. ഇപ്രകാരം ചെയ്ത ശേഷം ഓർഡർ എത്തിക്കഴിഞ്ഞാൽ ഭക്ഷണം ലഭിച്ചില്ല എന്ന് ഇയാൾ ചാറ്റ് ഫീച്ചർ വഴി പരാതി നൽകും. ഓർഡർ ചെയ്ത ഭക്ഷണത്തിന് ഇയാൾക്ക് റീഫണ്ടും ലഭിക്കും, ഭക്ഷണവും ലഭിക്കും. ഇതായിരുന്നു ഇയാളുടെ തട്ടിപ്പിന്റെ രീതി. നിരവധി പ്രീപെയ്ഡ് സിം കാർഡുകൾ എടുത്ത് വ്യാജ പേരുകളും അഡ്രസ്സുകളും നൽകി നിരവധി അക്കൗണ്ടുകൾ സൃഷ്ടിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇതിനായി 124 അക്കൗണ്ടുകളാണ് ഇയാൾ നിർമ്മിച്ചത്. ഇങ്ങനെ 2023 മുതൽ 1905 ഓർഡറുകൾ ഇയാൾ ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ ജൂലൈ 30-നും ഇയാൾ പുതിയ അക്കൗണ്ട് ആരംഭിച്ചു. പതിവ് പോലെ ഭക്ഷണം ലഭിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് ഫുഡ് എത്തിയിട്ടില്ല എന്ന് പരാതിയും നൽകി. അന്നു തന്നെ ഇയാൾക്ക് 16,000 yen ലഭിച്ചു. ഇതോടെ കമ്പനിക്ക് എന്തോ തട്ടിപ്പ് നടക്കുന്നതായി സംശയം തോന്നുകയും അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു. നേരത്തെ റീഫണ്ട് ചെയ്ത കേസുകളും ഇവർ പുനഃപരിശോധിച്ചു. അങ്ങനെയാണ് 2 വർഷമായി തുടരുന്ന തട്ടിപ്പ് കമ്പനി കണ്ടെത്തിയത്. തട്ടിപ്പ് പുറത്തായതോടെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഫീച്ചറുകൾ ശക്തമാക്കിയിരിക്കുകയാണ് കമ്പനി.